സന്നിധാനത്ത് പോലീസുകാരായ അച്ഛനും മകനും ഒന്നിച്ച് ഡ്യൂട്ടിക്കെത്തിയപ്പോഴുള്ള അപൂർവ സംഗമത്തിൻ്റെ വിശേഷങ്ങളാണിനി. റാന്നി പെരുന്നാട് സ്റ്റേഷനിലെ SI R രവീന്ദ്രനും മകൻ പെരുമ്പട്ടി സ്റ്റേഷനിലെ CPO രാഹുൽ രവീന്ദ്രനുമാണ് സന്നിധാനം ഡ്യൂട്ടിക്ക് ഒരുമിച്ച് നിയോഗിക്കപ്പെട്ടത്. ഈ അപൂർവ നിയോഗം ലഭിച്ച പോലീസുകാരായ അച്ഛനും മകനും നമുക്കൊപ്പം അതിഥികളായി ചേരും. ആ വിശേഷങ്ങളിലേക്ക് വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ്. മിഥുൻ മുരളിക്കൊപ്പം ഇരുവരുമുണ്ട്. മിഥുൻ, കൃഷ്ണരാജ്, നല്ല വിശേഷങ്ങൾ, നല്ല കാഴ്ചകൾ, ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കാൻ സന്തോഷമാണ്. സന്നിധാനത്ത് നിന്ന് പലപ്പോഴും അത്തരത്തിലുള്ള വിശേഷങ്ങൾ, കൗതുക കാഴ്ചകൾ നമുക്ക് മുന്നിൽ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. ഇത്തവണ അത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റിയാണ്. ഇവർ തമ്മിൽ വലിയ ഒരു ബന്ധം, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ആ ബന്ധം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബന്ധമല്ല, അവർ അച്ഛനും മകനുമാണ്. പെരുന്നാട് സ്റ്റേഷനിലെ SI AR രവീന്ദ്രൻ സാറും ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പെരുമ്പട്ടി സ്റ്റേഷനിലെ CPO രാഹുൽ രവീന്ദ്രൻ, രണ്ടുപേർക്കും ഒന്നിച്ച് സന്നിധാനം ഡ്യൂട്ടി ലഭിച്ചു. വലിയൊരു നിയോഗം. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൗതുകത്തിലുമൊക്കെയാണ് അവരും അവരുടെ കുടുംബവും ഒപ്പം അവരുടെ സഹപ്രവർത്തകരെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനമാണ്. SIയുടെ രവീന്ദ്രൻ സാറിൻ്റെ മകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പോലീസ് സേനയിലേക്ക് എത്തുന്നു. ഭഗവാന്റെ തിരുസന്നിധിയിൽ അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഡ്യൂട്ടി നിർവഹിക്കുന്നതിനുള്ള നിയോഗം ലഭിക്കുന്നു. ആദ്യം ഡ്യൂട്ടിക്ക് ഇവിടെ നിയോഗിക്കപ്പെട്ടത് രാഹുൽ സാറാണ്. CPO ആയിട്ടുള്ള പെരുമ്പട്ടി സ്റ്റേഷനിലെ രാഹുൽ സാറിനെയാണ് ആദ്യം തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി സന്നിധാനം ഡ്യൂട്ടി അദ്ദേഹത്തിന് ആദ്യം ലഭിക്കുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് രവീന്ദ്രൻ സാറിന് ഇവിടെ ഡ്യൂട്ടി ലഭിക്കുന്നത്. രവീന്ദ്രൻ സാർ ഇവിടെ എത്തി. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടി ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് അവരുടേതായ ജോലികളുമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്, നമുക്കൊപ്പം ഉണ്ട്. സാർ, ആദ്യമേ തന്നെ നിങ്ങളെ ഇങ്ങനെ കണ്ടപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് രണ്ടുപേരും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്, ഒരു വലിയ നിയോഗം, അതും അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളത്. എന്ത് തോന്നുന്നു, എങ്ങനെ പങ്കുവയ്ക്കുന്നു ആ സന്തോഷം? വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം അച്ഛനും മോനും ഒരേ സമയത്ത് തന്നെ അയ്യപ്പൻ്റെ പ്രധാന ദിവസമായ തിടമ്പ് ഏറ്റുന്ന സമയത്തും ഇവിടെ ഉണ്ടാകുക എന്നുള്ളത്. കാരണം സർവീസിൽ കയറിയ നാൾ മുതൽ അയ്യപ്പൻ്റെ ഒരു സേവകനാണ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹവും ഒക്കെ ആയിരുന്നു മക്കളെയും പോലീസിലൊക്കെ കയറ്റുക എന്നുള്ളത്. ഇപ്പോൾ മൂത്തമ്മ പോലീസിൽ കയറി 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള സമയങ്ങൾ നമുക്ക് ഇവിടെ വരാൻ എത്തുന്നത് തന്നെ വളരെ യാദൃച്ഛികമായിട്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച എൻ്റെ മേലുദ്യോഗസ്ഥരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് മോൻ അറിഞ്ഞത് ഞാനിവിടെ ഡ്യൂട്ടിക്കുണ്ടെന്ന്. എന്നെ വരുന്നതിന് മുമ്പേ വിളിച്ചപ്പോഴും ഞാൻ ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞത്, എവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ വന്നിരുന്നപ്പോഴാണ് മോൻ്റെ ബാച്ചിൽപ്പെട്ട പോലീസുകാർ തന്നെ മോനെ വിളിച്ച് പറയുകയും പെട്ടെന്ന് വന്ന് എന്നെ കാണുകയും ചെയ്യുന്നു. വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ്. സാർ, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണോ ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നുണ്ടെന്ന കാര്യം പറയാതിരുന്നത്? സർപ്രൈസ് കൊടുക്കാൻ തന്നെയായിരുന്നു. ഞാനും എൻ്റെ വൈഫും മാത്രമേ അറിഞ്ഞുള്ളൂ ഡ്യൂട്ടി ഉണ്ടെന്ന്. ഞാൻ മറ്റു മക്കളോട് പോലും പറഞ്ഞില്ല. 3 മക്കളാണ് മൊത്തം. അപ്പോൾ അവർ പോലും സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഡ്യൂട്ടിക്ക് പോകുന്നു. എന്തായാലും അങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തു. അപ്പോൾ അതൊരു അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. അയ്യപ്പൻ്റെ തിടമ്പേറ്റുമ്പോഴും അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെനിക്കൊരു നിയോഗം ലഭിച്ച് അതിന് ഞാൻ വളരെ സന്തോഷമാണ്. സാറ് പറഞ്ഞു വളരെ കാലമായിട്ട് അയ്യപ്പ സന്നിധിയിൽ ഡ്യൂട്ടിയിൽ സാറുണ്ടെന്ന്. അപ്പോൾ ചെറുപ്പം മുതലേ മകനും സാറിനൊപ്പം വന്നിട്ടുണ്ടാകണമല്ലോ അയ്യപ്പ സന്നിധിയിൽ. അപ്പോൾ അന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് വന്ന മകൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് അച്ഛനൊപ്പം. അപ്പോൾ കുടുംബമൊക്കെ എങ്ങനെയാണ് ആ സന്തോഷം അറിയിച്ചിരിക്കുന്നത്, പറയുന്നത്? എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം എനിക്ക് 3 മക്കളാണ്. 3 മക്കളെ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഇവിടെ ഡ്യൂട്ടി സമയത്ത് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് തന്നെ അവരിവിടെ ഓടി നടന്നിട്ടുണ്ട്. അപ്പോൾ മോൻ സർവീസിലായപ്പോഴും അവനോടൊത്ത് ഇവിടെ നിൽക്കാൻ തന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അത് അയ്യപ്പൻ്റെ ഒരു കടാക്ഷമാണെന്നാണ് ഞാൻ കരുതുന്നത്. വീട്ടുകാർക്കും സന്തോഷം, സഹപ്രവർത്തകർക്ക് സന്തോഷം. സഹപ്രവർത്തകർക്ക് എന്ത് പറയുന്നു ഈ ഒരു കാഴ്ച കണ്ടിട്ട്? സാറിൻ്റെ കൂടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ സഹപ്രവർത്തകൻ വളരെ സന്തോഷത്തിലാണ്. സാറിന് എന്നെ സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. സ്വാമി സാറിൻ്റെ മോനും ആയിട്ട് അവർക്കും ഡ്യൂട്ടി ചെയ്യാൻ പറ്റി. എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളവർക്കും എല്ലാം മോനെ പരിചയപ്പെടാനും ഇതുപോലെ ഇവിടെ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് അവരും വളരെ സന്തോഷത്തിലാണ്. മേലുദ്യോഗസ്ഥരെല്ലാം തന്നെ, നമ്മളെ മേലുദ്യോഗസ്ഥരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാം സന്തോഷത്തിലാണ്. വളരെ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങളെ കാണുന്നത്. ശബരിമലയിൽ അത്രയും കാലം കൂടിയ കാലം ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഈ സഹപ്രവർത്തകർക്കിടയിൽ സ്വാമി എന്ന്. അത് തന്നെ അതുകൊണ്ടാണ് സ്വാമി തന്നെ പേര് വിട്ടതാണ്. അങ്ങയുടെ മകന് തന്നെ ഇവിടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയത് വലിയ
സന്തോഷമായിരിക്കും സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അല്ലേ? വളരെ സന്തോഷമാണ്. ഞാൻ ഇനി 2 വർഷം കൂടെ സർവീസ് ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാലും മോനെ ഇവിടെ കാണും, പിൻഗാമിയാക്കാൻ പറ്റും. പിൻഗാമിയാകാൻ പറ്റും. അച്ഛൻ സർപ്രൈസാ തന്നേന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ യൂണിഫോമിൽ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു എക്സൈറ്റ്മെന്റ്? ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു. അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് നേരം എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു, ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ അത് വലിയൊരു സന്തോഷമായി. കാരണം ഒരുമിച്ച് ജോലി ചെയ്യാൻ, അയ്യപ്പൻ്റെ പറമ്പിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധിച്ചത് വലിയൊരു സന്തോഷമായിട്ട് തന്നെയാണ് തോന്നിയത്. നേരത്തെ ഒരുമിച്ച് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അതോ വേറെ വെളിയിൽ എല്ലാൻ്റെ ഡ്യൂട്ടിയിൽ കുറച്ച് അടുത്ത് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ് സമയത്ത് ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് തിരുവനന്തപുരത്ത് ഒരുമിച്ച് ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ ജോലി ചെയ്യാന്നുള്ള അല്ലേ? അതെ, ഇഷ്ടദേവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധിച്ചതിനാണ് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. പോലീസ് ഓഫീസർ ആകണമെന്നുള്ള ആഗ്രഹം എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നില്ല. അച്ഛനായിരിക്കും റോൾ മോഡൽ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ്റെ കൂടെ സന്നിധാനത്ത് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ജോലിക്ക് വരുന്ന സമയത്തെന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് അന്നേ ചെറുപ്പത്തിലെ അച്ഛൻ്റെ ജോലിയൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു വഴിക്കാണോ പോലീസിലേക്ക് എത്തിയത്? അതെ, ചെറുപ്പത്തിലെ അച്ഛൻ പോലീസിൽ ഇത് കണ്ടു തന്നെയാണ് പോലീസ് ആകണം തന്നെ. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ പോലീസിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം. അച്ഛനാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നത്? അതെ, അച്ഛനാണ് നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നത്. ഇനിയിപ്പോൾ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മകനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ വന്നതിന് ശേഷം? അത് എൻ്റെ കീഴിലല്ല എങ്കിലും എനിക്കിവിടെ ലോ ആൻഡ് ഓർഡർ ചാർജാണ് 2 ദിവസം. എന്നാലും ക്യൂ നിയന്ത്രിക്കുന്നതിനൊക്കെ ഞാൻ അവിടെ കൂടിയിട്ടുണ്ട്. ചെറിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയാം, ഡ്യൂട്ടിയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി കണ്ടുപരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അച്ഛനിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താ തോന്നുന്നേ? സന്തോഷമുണ്ട്. മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലും അച്ഛനെന്ന നിലയിലും ഇത് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിനകത്ത് സന്തോഷമുണ്ട്. അമ്മയൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും സന്തോഷമാണ്. അമ്മയ്ക്കും കുടുംബത്തിലുള്ളവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. 2 തലമുറയാണ്, അച്ഛൻ്റെ തലമുറയിലുള്ള ഉദ്യോഗസ്ഥരും മകൻ്റെ തലമുറയിലുള്ള ഉദ്യോഗസ്ഥരും ഒപ്പമുള്ള ആളുകളും. 2 കൂട്ടരും എന്താ പറയുന്നത് ഇങ്ങനെ ഒരു കൗതുക കാഴ്ച കാണുമ്പോൾ, രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ? എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്തവരും ഇതൊക്കെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഈ ഫോട്ടോയും ഇതും എല്ലാം ഇട്ട് അവരും ഒരുപാട് സന്തോഷം അയക്കുന്നുണ്ട്. അവർ സ്റ്റാറ്റസ് ഇട്ടും കുടുംബത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ് സന്തോഷം അറിയിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് എല്ലാ സഹപ്രവർത്തകരും പങ്കുവെക്കുന്നത് അല്ലേ? ഇപ്പോൾ മകൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അല്ലേ? അതെ, നല്ലൊരു സന്തോഷമാണ്. ഉദ്യോഗസ്ഥരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു? വിളിച്ചിട്ടുണ്ട്, സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അപ്പം സാർ ഒരു വലിയ കായിക താരം കൂടിയാണ് അല്ലേ? നിരവധി മെഡലുകളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ആളുകൂടിയാണ്. 93 ബാച്ചാണ് അല്ലേ? അപ്പോൾ ഇനി അത് അങ്ങനെ ആയിരിക്കും ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാവുക, ഒരു കായിക താരം എന്ന നിലയിൽ കൂടുതൽ? കായിക താരം എന്നുള്ള നിലയിൽ ഈ ഇപ്പം ഓടുന്ന, അതായത് നടക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് തന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഓടുക, മറ്റുള്ളവർക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മദ്യപാനവും പോലും ഇല്ലാത്തൊരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് പകർന്നു നൽകാനായി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അത് തന്നെയാണ്. അതുപോലെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് മയക്കുമരുന്നുകളുടെ ഉപയോഗം പാടെ നിർത്തുക എന്നുള്ളതാണ്. മദ്യപാനമാണ് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ യുവതലമുറയെ മുന്നോട്ട് നയിക്കാനുള്ളൊരു പ്രചോദനം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരെ ബോധവൽക്കരിക്കാനുള്ള പല ക്യാമ്പയിനും പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പല പ്രോഗ്രാമുകളിലും മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നിട്ട് വേണം ഇനി ബാക്കി പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാൻ. അപ്പം പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാകാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകർ നിമിത്തമാകട്ടെ എന്ന് വേണ്ട അയ്യപ്പൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ ഒരു പിൻഗാമിയായിട്ട് പോലീസ് സേനയിലേക്ക് കൊണ്ടുവന്ന് പുതുതലമുറയ്ക്ക് വലിയൊരു സന്ദേശവും അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് അദ്ദേഹം പങ്കുവച്ചു. അത് യഥാർത്ഥ മാതൃകയായിട്ട് അദ്ദേഹത്തിൻ്റെ മകനിലൂടെ തന്നെ പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്തു. വലിയ സന്തോഷം. ഒരു നിയോഗം പോലെ അച്ഛനും മകനും ഇവിടെ സന്നിധിയിൽ ഡ്യൂട്ടി ലഭിച്ചു എന്നുള്ളതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മകനും ഒരേ വേഷത്തിൽ, സ്റ്റാറുകളിൽ വ്യത്യാസമുണ്ട് എങ്കിലും ഒരേ വേഷത്തിൽ സന്നിധാനത്തെ ഡ്യൂട്ടിയിലാണ്. അച്ഛൻ SI, മകൻ CPO. വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് അവർക്ക്. കാരണം ഒരേ സമയം ഭഗവാന് മുന്നിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതാകട്ടെ ഒരു സർപ്രൈസാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വലിയ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ലഹരിക്കെതിരായ ഒരു സന്ദേശം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ചേർന്നത് മിഥുൻ മുരളി.